അപ്പോൾ നമ്മൾ ഇനി പുതിയ സൂറത്താണ്, സൂറത്തു ആലു ഇമ്രാൻ. അതാണ് സൂറത്ത്, വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം. ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. الله لا إله إلا هو الحي القيوم. نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان. അപ്പോൾ സൂറത്തു ആലു ഇമ്രാനാണ്. ആലു ഇമ്രാൻ എന്ന് പറഞ്ഞ ഇമ്രാൻ കുടുംബം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം മഹത്വമുള്ള ഒരു കുടുംബമാണ് ഈ ഇമ്രാൻ കുടുംബം എന്ന് പറയുന്നത്. ഇമ്രാൻ എന്ന് പറയുന്നത് ശരിക്ക് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ എന്താണ് പിതാവാണ്. ശരിക്കും മറിയം ബീവിയുടെ മാതാവിൻ്റെ പിതാവ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ കുടുംബം ഇസ്ലാമികമായ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കുടുംബമാണ്. മറിയം ബീവിയുടെ പ്രാധാന്യമുണ്ട്, അതേപോലെ തന്നെ അവർക്ക് ജനിച്ച ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മഹത്വമുണ്ട്. അതോടൊപ്പം തന്നെ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയുടെ സഹോദരിയാണ് മറിയമിൻ്റെ മാതാവ് എന്ന് പറയുന്നു. അപ്പം ആ നിലക്കും കൂടെ അതുകൊണ്ടാണ് സക്കരിയ നബി അലൈഹിസ്സലാം മറിയമിൻ്റെ സംരക്ഷകനായി കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഒരേ കാലത്ത് ജീവിച്ച 3 പ്രവാചകന്മാരാണ് ഈസാ നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, അതേപോലെ തന്നെ യഹ്യ നബി എന്ന് പറഞ്ഞാൽ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ മകനാണ് ആര്? യഹ്യ. അപ്പോൾ ഈ 3 പ്രവാചകന്മാരും ഒരേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ധാരാളം അത്ഭുതങ്ങൾ, അള്ളാഹുവിൽ നിന്നുള്ള ധാരാളം അത്ഭുതങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഒരു കുടുംബമാണ് ഇവരെന്ന് പറഞ്ഞാൽ. അതിലൊന്നിപ്പം മറിയം ബീവി മിഹ്റാബിലായിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് ഈ മറിയമിൻ്റെ മാതാവ് എന്ത് ചെയ്യുന്നത്? നേർച്ച നേരുന്നത്. ബൈത്തുൽ മുഖദ്ദസ്ക്ക് തൻ്റെ ജനിക്കാൻ പോകുന്ന കുട്ടിയെ കൊടുക്കാന്ന്. അതൊരു ആൺകുട്ടി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നേർച്ച നേർന്നത്. പക്ഷെ എന്തായിരുന്നു? പെൺകുട്ടിയായിരുന്നു. പക്ഷെ എങ്കിലും തൻ്റെ നേർച്ച നിറവേറ്റുക എന്നുള്ള നിലക്ക് എന്ത് ചെയ്തു? അവരെ പള്ളിയിലേക്ക് നേർച്ചയാക്കി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിലാണ് ആര്? മറിയം വളർന്നു വരുന്നത്. സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിൽ അവിടെയാണ് വളർന്നു വരുന്നത്. അപ്പോൾ മറിയമ ബിനത്ത ഇമ്രാനിൻ്റെ മകളാണ് ആര്? മറിയം. അതേപോലെ തന്നെ ഈ മറിയമിൻ്റെ മാതാവ് അതേപോലെ തന്നെ വളരെ പ്രശസ്തയായിട്ടുള്ള, വളരെ ഭക്തയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അവരാണ് ഈ നേർച്ച നേരുന്നതും മറിയമിന് ഈ പേരിടുന്നതും ഒക്കെ അവരാണ്. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും വളരെ പ്രധാനമായിട്ടുള്ളൊരു കുടുംബമാണ് ഇവർ. ഇത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയൊക്കെ എടുത്തു പറയുന്ന സമയത്ത് തന്നെ ഈ ഇമ്രാൻ കുടുംബത്തെയും അള്ളാഹു ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. അവരെ ലോകത്തുള്ള എല്ലാവരെക്കാളും ശ്രേഷ്ഠരാക്കി എന്ന് ഏറ്റവും ശ്രേഷ്ഠന്മാരായ ആളുകളുടെ ലിസ്റ്റ് പറയുമ്പോൾ അവിടെ ഇമ്രാൻ്റെ കുടുംബത്തെയും അള്ളാഹു പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അപ്പം ഈ മഹത്വങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം അതിൽ ഏറ്റവും വലിയൊരു മഹത്വമാണ് എന്ത്? ഈ സൂറത്തിൻ്റെ പേര് എന്താണ്? ആലു ഇമ്രാൻ എന്നാണെന്നുള്ളത് തന്നെ പിന്നെ ഈ ഒരു കുടുംബത്തിൻ്റെ മഹത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണെന്നാണ്. അപ്പോൾ പല സൂറത്തുകളും ആരംഭിക്കുന്നത് പോലെ തന്നെ അലിഫ് ലാം മീം കേവലാക്ഷരങ്ങളെ കൊണ്ടാണ്. അലിഫ് ലാം മീം എന്ന് പറയുന്ന ഈ കേവലാക്ഷരങ്ങളെ കൊണ്ടാണ് ഈ സൂറത്ത് എന്ത് ചെയ്യണത്? ആരംഭിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഈ കേവലാക്ഷരങ്ങൾ ഹുറൂഫുൽ മുഖത്ത എന്ന് പറയും. ഇതുകൊണ്ട് തുടങ്ങുന്ന പല സൂറത്തുകളും ആ അക്ഷരങ്ങൾക്ക് ശേഷം വരുന്നത് മിക്കവാറും
വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് പരാമർശങ്ങൾ ഉണ്ടാകല്. പക്ഷെ ഇവിടെ അള്ളാഹുവിൻ്റെ ഏറ്റവും വിശുദ്ധമായ ശ്രേഷ്ഠമായ 2 നാമങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൗഹീദുൽ ഉലൂഹിയത്ത്, അതിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഇതിലുണ്ട്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവ, അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല. അൽ ഹയ്യു അൽ ഖയ്യൂബ്, ഹയ്യ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അൽ ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവൻ. അപ്പോൾ വളരെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട 2 നാമങ്ങളാണ് അൽ ഹയ്യ് അൽ ഖയ്യൂം. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ പേരുകളാണ്. ഈ അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെയാണ് നമ്മൾ അള്ളാഹുവിനെ എന്ത് ചെയ്യുന്നത്, അറിയുന്നത്. ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയാത്ത് എന്ന വാക്കിൽ നിന്നാണ് ഹയ്യ് വരുന്നത്. ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം, ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നമ്മൾ പരിഭാഷ പറയുക. എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ ജീവൻ എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നതിന് എന്തുണ്ട്? പല സവിശേഷതകളുമുണ്ട്. എല്ലാ ജീവനും ഒരു തുടക്കമുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ ജീവൻ എന്ന് പറയുന്നതിന് എന്തില്ല? ഒരു തുടക്കമോ ഒരു ഒടുക്കമോ ഇല്ല. അതാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറയുന്നത് കൊണ്ടുള്ള അർത്ഥം. മറ്റുള്ളവയെല്ലാം ജീവൻ നിലനിർത്താൻ അതിന് പലതും ആവശ്യമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒന്നും ആവശ്യമില്ലാത്തവനാണ് ആര്? അള്ളാഹു. മാത്രമല്ല എല്ലാ ജീവന്റെയും കാരണമാണ് അള്ളാഹു. എല്ലാ ജീവനും അവനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഉത്ഭവിക്കുന്നത്. ഇപ്പോൾ അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് പറയുന്നതിൽ ധാരാളം പ്രചോദനങ്ങൾ നമുക്കുണ്ടാകുന്ന ഒരു നാമം കൂടെയാണ്. അതായത് ഇപ്പൊ അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന എല്ലാവർക്കുമുള്ള ഏറ്റവും വലിയ ന്യൂനത എന്ന് പറഞ്ഞാൽ അവരെല്ലാ സമയത്തും എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്നവരല്ല എന്നുള്ളതാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ജീവനുള്ള ഒന്നിനു മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റുള്ളവരിൽ ഇടപെടാനും മറ്റുള്ളവരിൽ ബന്ധപ്പെടാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ എന്താണ്? വേറുള്ളവർ എല്ലാ മഹത്തുക്കളും മരിച്ചു പോയവരാണ്. അതോടുകൂടെ ആരാധിക്കപ്പെടാനുള്ള അർഹത അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവർ ജീവനില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. ജീവനില്ല പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നതിന് അർത്ഥം. അതുകൊണ്ട് അവരില്ല. ഇപ്പം ഇല്ലാത്തവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എത്രയോ ആളുകളുടെ അസ്തിത്വം തന്നെ എന്ത് ചെയ്തു? ഹയ്യ് ആണ് അള്ളാഹ്. മറ്റുള്ളവർ ഹയ്യ അല്ല എന്ന് പറയുന്നതോടുകൂടെ ഇല്ലാതായി. ജീവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ആ ജീവന് കുറേ ന്യൂനതകളുണ്ട്. ഇപ്പൊ ജീവൻ ഉണ്ട് നിൽക്കുക, എന്നാൽ കുറേ ന്യൂനത. അവരുടെ ജീവന് ക്ഷീണം വരും, രോഗം വരും, മരണം വരും. അതേപോലെ തന്നെ ആ ജീവന് തന്നെ ധാരാളം അപൂർണതകളുണ്ട്. ഇപ്പൊ ജീവിച്ചിരിക്കാത്തത് കൊണ്ട് എന്തായാലും ആരാധിക്കാൻ പറ്റൂല. ജീവിച്ചിരിക്കുന്നുവെങ്കിൽ തന്നെ അത് അപൂർണമായ ജീവിതമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആരാധനക്കർഹൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ ഹയ്യ് എന്നുള്ള അള്ളാഹുവിൻ്റെ നാമം എടുത്തു പറയുന്നത്. ഇത് പിന്നെ വരുന്നൊരു സ്ഥലമാണ് എന്ത്? ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറയിൽ 285. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നാണ്. അത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സ്ഥാപിക്കുന്ന, അള്ളാഹുവിനെ നിർവചിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഏറ്റവും മഹത്വമുള്ള വചനമാണ് അവിടെയും അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന അൽ ഹയ്യ് എന്നതുകൊണ്ടാണ്. അപ്പൊ ഹയ്യ് എന്നത് അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലുള്ള, ആരാധ്യതയിലുള്ള ഏകത്വത്തെ സ്ഥാപിക്കാനും അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന സർവത്തിൻ്റെയും അസ്തിത്വത്തെ നിഷേധിക്കാനും യഥാർത്ഥത്തിൽ അൽ ഹയ്യ് എന്ന് പറയുന്ന പദത്തിന് പറ്റും. അതുകൊണ്ട് അള്ളാഹ് ഹയ്യാവുന്നതുകൊണ്ട് എന്താണ്? വതവക്കൽ അലൽ ഹയ്യില്ലദി ലാ യമൂത്ത്. എന്നെന്നും ജീവിച്ചിരിക്കണവനാണ് പടച്ചോൻ എന്നുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യമായി നമ്മുടെ എന്ത് കാര്യം അള്ളാഹിനെ ഏൽപ്പിക്കാം. അള്ളാഹു ഹയ്യാണെന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശ്വാസം എന്താണ്? എന്തും അള്ളാഹുവിൽ ഏൽപ്പിക്കാം, ഏത് സമയത്തും ഏൽപ്പിക്കാം, എന്തിനേയും ഏൽപ്പിക്കാം. അതാണ് വതവക്കൽ അലൽ ഹയ്യില്ലദി ലാ യമൂത്ത്. ഒരിക്കലും മരിക്കാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനിൽ നീ ഭരമേൽപ്പിക്കുക എന്നാണ്. ഈ നിലക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു പദമാണെന്ത്? അൽ ഹയ്യൂം എന്ന് പറയുന്നത്. ഫൽ ഹയ്യു മൻ ലഹു അൽ ഹയാത്തുൽ അളീമ.
ഏറ്റവും മഹത്തായ ഒരു ജീവിതമുള്ളവനെയാണ് ഹൈ എന്ന് പറയാം. ഹൈ എന്ന് പറയുമ്പോൾ എന്താ അറിയോ, ജീവൻ അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നതിൻ്റെ സമ്പൂർണത, അത് എല്ലാ നിലക്കും ജീവൻ തികഞ്ഞ ഒന്നിനെപ്പറ്റി പറയുന്നതാണ് ഹയ്യ് എന്നുള്ള പദം. അൽ കാമില അൽ മുസ്തൽസിമ ജമിഅ സിഫാത്ത്. അതായത് ജീവൻ എന്ന് പറയുന്നതിന് ആവശ്യമായ എന്തെല്ലാം ഗുണങ്ങളും വിശേഷണങ്ങളും ഉണ്ടോ അതൊക്കെ സമ്പൂർണമായി ഉള്ളവനാണ് ആര്? അള്ളാഹു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഹയ്യും കയ്യൂമും ഒപ്പാണ് അധികവും പറയൽ. അൽ ഹയ്യു അൽ കയ്യൂം. കയ്യൂം എന്ന പദം കാമ എന്നതിൽ നിന്ന് വന്നതാണ്. കാമ, ഹയ്യ് എന്നത് ഹയാത്തിൽ നിന്ന് വന്നു, കാമ എന്നുള്ളതാണ്. കാമ എന്ന് പറയുമ്പോൾ കയ്യൂം എന്ന് പറഞ്ഞാൽ എല്ലാം നിയന്ത്രിക്കുന്നവെന്ന് നമ്മൾ പറയും. പക്ഷെ എന്താ ഈ മലയാളത്തിൽ എങ്ങനെ അർത്ഥം പറഞ്ഞാലും ഒരു വശേ വരുള്ളൂ. ഇപ്പം എല്ലാം നിയന്ത്രിക്കുന്ന കയ്യൂം എന്നുള്ള ആ ഒരു നാമത്തിൻ്റെ ഒരു വശം മാത്രമാണ്. പകുതി അർത്ഥം പോയി. പകുതി അർത്ഥം എന്താ? കാമബി നഫ്സിഹി എന്നാണ്, സ്വയം നിലനിൽക്കുന്നവനാണെന്നാണ്. അതാണ് കയ്യൂന്നാണ്. മറ്റൊന്നിൻ്റെയും നിയന്ത്രണങ്ങളോ സംരക്ഷണങ്ങളോ ആവശ്യമില്ലാതെ സ്വയമേ നിലനിൽപ്പിന് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട എന്നുള്ളതാണ്. പ്രപഞ്ചത്തിൽ അങ്ങനെ ഒന്നുമില്ല. നിലനിൽപ്പിന് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടതില്ലാത്ത ഒന്നും പ്രപഞ്ചത്തിലില്ല. അപ്പോൾ ഒന്നിനെയും ആശ്രയിക്കാതെ നിലനിൽക്കുന്നവനാണ് ആര്? അതോടൊപ്പം എന്താണ്? യുഖീമു ബിഗൈരിഹി, മറ്റുള്ളവയൊക്കെ നിലനിർത്തുകയും ചെയ്യുന്നു. കാമബി നഫ്സിഹി, സ്വയം നിലനിൽക്കുന്നു, മറ്റുള്ളവയെല്ലാം നിലനിർത്തുകയും ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളുടെയും നിലനിൽപ്പിനുള്ള വ്യവസ്ഥകൾ, സംവിധാനങ്ങൾ, അവയുടെ ജീവിതം മുന്നോട്ട് പോവാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക ഘടനകളെ, നക്ഷത്രങ്ങളുടെയും ഗോളങ്ങളുടെയും സഞ്ചാരങ്ങളെ, ഭൂമിയുടെ നിലനിൽപ്പിനെ, ജീവജാലങ്ങളുടെ ഭക്ഷണം, നിലനിൽപ്പ്, പ്രത്യുൽപാദനം, എന്തെല്ലാമുണ്ടോ എല്ലാ സംവിധാനങ്ങളുടെയും കൺട്രോൾ അതാരത്താണ്? അള്ളാഹുവിൻ്റെ അടുത്താണ്. എല്ലാറ്റിൻ്റെയും നിയന്ത്രണം. അപ്പൊ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന പടച്ചവന്റെ തീരുമാനാധികാരങ്ങൾക്ക് വിധേയമായാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അവിടെ നമ്മുടെ മേലിലൊക്കെ സമ്പൂർണമായ നിയന്ത്രണം അള്ളാഹുവിന്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എവിടെ പറയേണ്ടത്? ഈ കൺട്രോൾ ആരെ കയ്യിലാണോ അവിടെയാണ് അറിയിക്കേണ്ടത്. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അള്ളാഹുവിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? മടങ്ങേണ്ടത്. അതാണ് അൽ ഖയ്യൂം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പിന്നെ ഈ ഹമ്മിനും അതേപോലെ തന്നെ കർബൊക്കെ ഉണ്ടാകുമ്പോഴുള്ള പ്രാർത്ഥന യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹി ലി ശഅനി കുല്ലഹു, അല്ലെങ്കിൽ വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐനി, കണ്ണിമ വെട്ടുന്ന സമയം എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുതേ. അവിടെ അത് കണ്ണിമ വെട്ടുന്ന സമയം എൻ്റെ കാര്യം ഏൽപ്പിക്കരുതേ എന്ന് ആരോടെ പറയണത്? എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവോട്. അങ്ങനെയാണ് നമ്മൾ പറയണത്. അപ്പം എത്രമാത്രം ബന്ധമുണ്ട് അതിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. അതാണ് അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ എല്ലാം നിയന്ത്രിക്കുന്നത്. അല്ലദീ ഖാമ ബി നഫ്സിഹി, അവൻ സ്വയം നിലനിൽക്കുന്നു. ഫസ്തഗ്ന അൻ ജമീഇ മഖ്ലൂഖാത്ത്, സ്വയം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലല്ലാത്തതൊക്കെ അവൻ്റെ സൃഷ്ടികളാണ്. അല്ല മാത്രം സൃഷ്ടാവ്, ബാക്കിയൊക്കെ സൃഷ്ടികളാണ്. അപ്പം അല്ലല്ലാത്ത എല്ലാ സർവ്വ സൃഷ്ടികളിൽ നിന്നും നിരാശ്രയനാണ് അവൻ. ഒരു സൃഷ്ടിയെയും അവനെന്തില്ല? നിലനിൽക്കാൻ ആവശ്യമില്ല എന്നാണ്. പിന്നെ വഖാമ ബിഗൈരിഹി, മറ്റുള്ളവയെ അവൻ നിലനിർത്തുകയും ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് ഫഫ്തഖറത്ത് ഇലൈഹി ജമീഅ മഖ്ലൂഖാത്തി, എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും അവൻ വേണം. അള്ളാനെ ആശ്രയിക്കാതെ ഒന്നുപടല്ല. ഫിൽ ഈജാദി വൽ ഇഅദാദി വൽ ഇംദാദി, എല്ലാറ്റിനും എന്തൊക്കെ വേണോ അത് മുഴുവൻ ആര് കൊടുക്കണം? അള്ളാഹു കൊടുക്കണം. അതേപോലെ തന്നെ വഖാമ ബി തദ്ബീരിൽ ഖലായിഖ്, സൃഷ്ടികളുടെ മുഴുവനും നിയന്ത്രണം അവനാണ് നിർവഹിക്കുന്നത്. വ തദ്ബീരിൻ ലിൽ അജ്സാം വൽ ഖുലൂബി വൽ അർവാഹ്, ശരീരങ്ങളുടെ നിയന്ത്രണവും ഹൃദയങ്ങളുടെയും ആത്മാവിൻ്റെയും എല്ലാ നിയന്ത്രണങ്ങളും നിർവഹിക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണ് എന്നാ പറയുന്നത്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. അപ്പം അതിൻ്റെ ബന്ധം മനസ്സിലായില്ലേ? അതായത് അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്നതിനുള്ള ന്യായം, അവൻ മാത്രമേ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമുള്ളൂ. എല്ലാം നിയന്ത്രിക്കാൻ കഴിയാത്ത,
എന്നെന്നും ജീവിച്ചിരിക്കാത്ത ഒന്നിനും ആരാധനക്കൊരവകാശവും ഇല്ല. എത്ര വ്യക്തത ഉണ്ട്. ഇനി എന്താ വേറെ കാര്യം എന്താ വെച്ചാൽ ഈ രണ്ട് നാമങ്ങളുണ്ടല്ലോ, ഈ നാമങ്ങളോട് കണക്ട് ചെയ്താണ് അടുത്ത ആയത്തുകളും വരുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ നിയന്ത്രണം എന്നതിന് നമുക്ക് എന്ത് പരിധികളാണ് നിശ്ചയിക്കാൻ പറ്റുക? പരിധികളില്ലല്ലോ ഇതിന്. അപ്പൊ ഈ ഖുർആൻ തന്നത്, ദീന് നമുക്ക് തന്നത് എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണ സംവിധാനങ്ങൾക്ക് വിധേയമായാണ് ഇതെല്ലാം നടക്കുന്നത് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം, അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാകുന്നു എന്നാണ്. അതാണ് അതിൻ്റെ അർത്ഥം, ഉദ്ദേശം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? വിശദമായി കേൾക്കും അറിയും വേണം. ഏതൊരു നാമം നമ്മൾ അള്ളാഹുവിനത് മനസ്സിലാക്കുമ്പോഴും ആ നാമം നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? ഭയങ്കരമായി പ്രചോദിപ്പിക്കുകയും പ്രതീക്ഷകൾ ഉണ്ടാക്കുകയും അതേപോലെ തന്നെ നമുക്ക് ധൈര്യം പകരുകയും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങൾ. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏറ്റവും നന്നായി വിശദീകരിച്ചിട്ടുള്ള തഫ്സീറാണ് നമ്മുടെ ഈ തഫ്സീറു സഅദി. അദ്ദേഹം അള്ളാഹുവിൻ്റെ നാമങ്ങളെ വ്യക്തമാക്കുന്നതിൽ ഏറ്റവും വളരെ കുറഞ്ഞ വാക്കുകളെ കൊണ്ട് ഇത്തരം നാമങ്ങളെ സമ്പൂർണമായി പരിചയപ്പെടുത്തുന്നതാണ്. അതിനാണ് ഞാൻ വായിച്ചത്. ഇനി അടുത്തത്, നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈ വഅൻസല തൗറാത വൽ ഇൻജീൽ. നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്. നസ്സല അലൈക്കൽ കിതാബ, ഈ വേദഗ്രന്ഥത്തെ നാം നിന്റെ മേൽ ഇറക്കി തന്നിരിക്കുന്നു. ഈ വേദഗ്രന്ഥത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? നിനക്ക് അവതരിപ്പിച്ച് തന്നിരിക്കുന്നു. അൽ കിതാബ് എന്ന് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ്. ബിൽ ഹഖ്, ബിൽ ഹഖ് സത്യവുമായി അല്ലെങ്കിൽ സത്യമാക്കി, ശരിവെച്ച് ശരിയായ രൂപത്തിൽ സത്യവുമായി കൊണ്ട് എന്തായിരിക്കുന്നു? നിനക്ക് നാം ഈ ഗ്രന്ഥത്തെ ഇറക്കി തന്നിരിക്കുന്നു എന്നാണ്. എല്ലാ സത്യങ്ങളും ഉൾക്കൊള്ളുന്ന സമ്പൂർണമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണെന്ത്? പിന്നെ വലൗകാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കതീറ. ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നല്ല എങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു എന്ന് പറയുന്നു. അപ്പം അള്ളാഹിൻ്റെതാണ് ഖുർആൻ എന്നുള്ളതിന് അള്ളാഹ് പറയുന്ന തെളിവ് എന്താണ്? ഖുർആനിൽ വൈരുദ്ധ്യങ്ങളില്ല എന്നാണ്. അപ്പോൾ ഖുർആനിൽ വൈരുദ്ധ്യം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിക്ക് എന്താ ശരിക്കും വരിക? ശരിക്കെന്താ വരിക? ഖുർആനിലെ ഈ 114 അധ്യായങ്ങളിലെ ആശയങ്ങൾ തമ്മിൽ കോൺട്രഡിക്ഷനിലായി, വൈരുദ്ധ്യങ്ങളില്ല എന്നല്ലേ വരിക. അത് സത്യമാണ്, അതില്ല. അത്രയും അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടും അത് ആദ്യം പറഞ്ഞത് പിന്നെ പറഞ്ഞതിനോട് എതിരാവാതിരിക്കുക എന്നുള്ളത് ആര് പറഞ്ഞാലും സംഭവിക്കൂല എന്നാണ്. നമ്മൾ തന്നെ ഇപ്പോൾ 1 മണിക്കൂർ സംസാരിച്ചാൽ നമ്മൾ പറഞ്ഞതിന് തന്നെ എതിരെ നമുക്ക് ഒന്ന് ആലോചിച്ചാൽ ചിലപ്പോൾ കിട്ടും. പക്ഷെ ഖുർആനിൽ അങ്ങനെ അത് കണ്ടെത്താൻ പറ്റൂല എന്ന്. ശരി, അതിലുപരി അതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണുന്ന ഏറ്റവും വലുതെന്താ വെച്ചാൽ, ലോകം 100% ശരിയാണെന്ന് തെളിയിക്കപ്പെട്ട എന്തെങ്കിലും തത്വങ്ങൾ, അത് മനഃശാസ്ത്രപരമാവട്ടെ ശാസ്ത്രപരമാവട്ടെ, എന്ത് കണ്ടുപിടിച്ചാലും അതൊന്നും ഖുർആനെതിരാവില്ല. അതൊന്നും ഖുർആൻ പിന്നെ എതിരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. മനസ്സിലായി? ഒരിക്കലും ചിലപ്പോൾ അത് സത്യമാവൂല. അതുകൊണ്ടാണ് ബിൽ ഹക്ക് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു ശരിക്കും, ഒരു സത്യത്തിനും, ഒരു നീതിക്കും, ഒരു നന്മക്കും എതിരായി ഖുർആനിൽ ഒന്നും ഉണ്ടാവില്ല. അതിലേറെ അത്ഭുതകരമായത്, ലോകത്ത് അങ്ങനെ എന്തെങ്കിലും നന്മകളോ സത്യങ്ങളോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഖുർആനിൽ ഉണ്ടാവും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു നല്ല ആശയം ലോകത്തുണ്ടെങ്കിൽ ആ ആശയം എന്ത് ചെയ്യും? ഇതിലുണ്ടാവും എന്നാണ്. ഞാനിപ്പോഴത്തെ ഒരു ഇയാളെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ 2 കാര്യം പറയുന്നുണ്ട്, സാമ്പത്തികമായ 2 കാര്യം. അതിൽ ഒന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ, കൊടുക്കുന്നത് കൊണ്ട് സമ്പത്ത് കുറയില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത് ഖുർആൻ പറയുന്ന ഒരാശയം തന്നെ. കൊടുക്കുന്നതുകൊണ്ട് ഒരിക്കലും സമ്പത്ത് നമ്മളത് കുറഞ്ഞു പോകില്ല. പിന്നെ രണ്ടാമത് അതിൽ പറയണത് എന്താ വെച്ചാൽ, ഈ എപ്പോഴും മനുഷ്യന് ഒരു തത്വദീക്ഷയില്ലാത്ത സമ്പാദ്യത്തിനും
പണം ഉണ്ടാക്കാനും മനുഷ്യൻ പോകാനുള്ള കാരണം നമ്മളെപ്പോഴും നമ്മുടെ മേലുള്ളവരെ നോക്കുന്നു എന്നില്ല. നമ്മളെക്കാളും സമ്പത്തുള്ളവരെ നമ്മൾ നോക്കുമ്പോഴാണ് നമ്മളെന്താണ് അതിവേഗത്തിൽ അവിടെ എത്താൻ വേണ്ടി എല്ലാ എത്തിക്സും മറന്ന് നമ്മൾ സമ്പത്ത് ഉണ്ടാക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരാളെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സമ്പത്തിലും നമ്മുടെ സമൃദ്ധിയിലൊക്കെ നമുക്ക് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനൊക്കെ പറ്റും. മനസ്സിലാനോ ഓൻ്റെ പത്തില്ലല്ലോ എന്നുള്ള ഇടങ്ങേറും ബേജാറും ഒന്നും എന്തെങ്കിലും ഉണ്ടാവില്ല എന്ന്. ശരിക്കും ഞാൻ പറഞ്ഞാൽ ഇതൊന്നും ഇപ്പോൾ ഇസ്ലാമിനോടൊന്നും ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ, ഇസ്ലാമിനോടൊന്നും ഒരു കണക്ഷനും ഇല്ലാത്ത ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്തോ അറിയില്ല, നമുക്ക് ശരിയാന്ന് തോന്നുന്ന ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ ഖുറാനിലെ ഹദീസിൽ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാവും. അത്രമാത്രം യാഥാർത്ഥ്യങ്ങളും വസ്തുതകളുമാണ് എന്ത് ചെയ്യണത് ഖുർആൻ പറയണത് എന്നുള്ളതാണ്. അതാണ് എന്ത് അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹക്കി, എന്താണ് ശരിയായ യഥാർത്ഥ പ്രകാരം അല്ലെങ്കിൽ സത്യം കൊണ്ട് ഏറ്റവും ശരികളെ കൊണ്ട് അല്ലെങ്കിൽ ശരിയായ നിലക്ക് ഈ ഖുർആൻ ഞാൻ നിനക്ക് എന്ത് ചെയ്തു അവതരിപ്പിച്ചു തന്നു എന്നാണ്. അതാണ് നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹക്ക് എന്നാണ്. അപ്പൊ അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നവനായ എന്നെന്ന് ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിൻ്റെ നിയന്ത്രണങ്ങളിൽ അവൻ നമുക്ക് അനുഗ്രഹമായി തന്നൊരു ഗ്രന്ഥമാണ് ഹുവ അജല്ലുൽ കുതുബി വ അഅ്ലമുഹ അൽ മുസ്തമിലു അലൽ ഹഖി, സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു ഗ്രന്ഥമാണ്. അതിനർത്ഥം സത്യമായിട്ട് എന്തെല്ലാം ഉണ്ടോ അതിനെ സമ്പൂർണമായി വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഫി ഇഖ്ബാരിഹി വ അവാമിരിഹി വ നവാഹിഹി, ഖുർആൻ പറയുന്ന വർത്തമാനങ്ങൾ, അതിൻ്റെ കൽപ്പനകൾ, അതിൻ്റെ വിരോധങ്ങൾ എല്ലാം അതിലുണ്ട് എന്നാണ്. ഇപ്പം നമ്മൾ പൊതുവെ ഈ ദീനെ കൊണ്ടുനടക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ എന്താ വെച്ചാൽ ദീൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ അനുഷ്ഠിക്കും, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് എന്നാണ് പൊതുവെ. സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളതൊന്നും അള്ളതിൽ നിശ്ചയിച്ചിട്ടില്ല. ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ ജീവിത പ്രകൃതിക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് കൊണ്ട് മനുഷ്യൻ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ജീവിക്കുന്ന ഒന്നായിട്ടാണ് മതത്തെ അള്ളാഹു വെച്ചിട്ടുള്ളത്. ഒരു ബുദ്ധിമുട്ടും അള്ളാഹു വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ടെൻഷൻ ആകണം, വെറുതെ നമ്മൾ ഇടങ്ങേറ അങ്ങനെ ഒന്നും ഇറങ്ങേണ്ട ആവശ്യം. നല്ലൊരു സമാധാന സന്തോഷം ഇവിടെ ജീവിച്ചവൻ തന്നെയാണ് പരലോകത്ത് സ്വർഗവും കിട്ടുക. നമ്മൾ വെറുതെ ഇങ്ങനെ ഇടങ്ങേറായി ബേജാറായി പിന്നെ ഒരു സ്വസ്ഥതയില്ലാതെ ഇടങ്ങേറാകേണ്ട ഒരു കാര്യമില്ല. നമ്മളെല്ലാം ചിന്തിച്ചും ആലോചിച്ചും ആസ്വദിച്ചും ജീവിക്കാൻ. ദുനിയാവിനാണെങ്കിലും എന്താണ് ആർത്തിയില്ലാതെ ഓടുന്നവനെ കുറിച്ച് പറഞ്ഞ നായയോടെ ഉപമിച്ചത്. നമ്മുടെ ഭക്ഷണം, നമ്മുടെ ജീവിതം ഒന്നും നോക്കാതെ എന്ത് ചെയ്യുക, പണം ഉണ്ടാക്കാനും വേണ്ടി ഓടുക. ഇൻതത്രുക്കുഹുയൽഹത്, നായപ്പോഴും നായൻ്റെ എന്താ ഉദാഹരണം, നാവും തൂക്കിയിട്ട് ആർത്തി അടങ്ങാതെ ഓടും. പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞാണ്, ദുനിയാവിന് വേണ്ടി ഓടുന്ന പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞ വാക്കാണത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ആർത്തിയില്ലാതെ നാവും പുറത്തേക്കിട്ട് ഓടേണ്ട ആൾക്കാരല്ല എന്നുള്ളത്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വളരെ പക്വമായും മിതത്വത്തിലും നമ്മുടെ എല്ലാ കടമകളും കാര്യങ്ങളും നിർവഹിച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. അപ്പം എല്ലാ കൽപ്പനകളും വിരോധങ്ങളും വിവരങ്ങളും എല്ലാം ഏറ്റവും ശരി ഖുർആനാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ആ ശരി തന്നെ കാര്യം ഏറ്റവും നല്ല ശരി, അതനുസരിച്ച് പോവുക വേണ്ടത്. പിന്നെന്താണ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, ഖുർആൻ ഇറങ്ങുന്നത് വരെ എന്തായിരുന്നു, ഈ ആശയങ്ങളൊക്കെ നിലനിന്നിരുന്നു മറ്റു പ്രവാചകന്മാരും മറ്റു വേദഗ്രന്ഥങ്ങളിലൊക്കെ ആയിരുന്നു. അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം എന്താണ്, ഇതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യമാക്കി ശരിവെച്ചുകൊണ്ട് യഥാർത്ഥ പ്രകാരം നിനക്ക് ഈ ഖുർആനെ അവതരിപ്പിച്ച് തന്നിരിക്കുന്നു എന്നാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അതിൻ്റെ മുമ്പുള്ളതിനെ സത്യമാക്കിക്കൊണ്ട്. അപ്പോൾ തൗറാത്ത് ഇഞ്ചീൽ പോലുള്ള വേദഗ്രന്ഥങ്ങളിലൊക്കെ എന്താണോ ഉള്ളത് ആ ആശയങ്ങളുടെ സംക്ഷിപ്തം എന്തുണ്ട്, വിശുദ്ധ ഖുർആനിലുണ്ട്. ലോകത്തെ വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ എഡിഷനാണ് എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. ഇതിലെല്ലാം ഉണ്ട്. ഇനി മറ്റൊന്ന് അന്വേഷിച്ച് പോകേണ്ട ഒരു കാര്യം തന്നെ അല്ല എന്നാണ്. നമ്മളിപ്പോഴും പറയുന്നത് തൗറാത്ത് ഇഞ്ചീൽ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളും ജൂതന്മാരത്തൊക്കെ എടുത്തുള്ള പഴയ നിയമവും പുതിയ നിയമവും അതിനൊന്നും തൗറാത്തും ഇഞ്ചീലുമായി യാതൊരു ബന്ധമില്ല എന്നാണ്. ഒരു ബന്ധമില്ല. ഇനി അതിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ യഥാർത്ഥ തൗറാത്തിലും ഇഞ്ചീലിലൊക്കെ അതിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് വിചാരിക്കാം. ഉണ്ടെങ്കിൽ തന്നെ അതാണ് എന്ന് അറിയാൻ ഒരു വഴിയില്ല.
അങ്ങനത്തെ ഒന്നിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അപ്പൊ അതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുക. അവിടെ നമ്മൾക്കത് അന്വേഷിക്കേണ്ട കാര്യമല്ല. കാരണം അതിലെന്തെങ്കിലും ശരികളുണ്ടെങ്കിൽ അത് അള്ളാഹു ഖുർആനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ശരികളെയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതാണ്. ഇപ്പോ പിന്നെ ഈ സൂറത്ത് ആലിമ്രാൻ തന്നെ, ഈ ആലിമ്രാൻ സൂറത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് എന്താ നിങ്ങൾ, ഈ സൂറത്തുൽ ബഖറ അധികം ജൂതന്മാർക്കുള്ള ഗണ്ണനാണ്. ജൂതന്മാരുടെ എല്ലാ വിശ്വാസങ്ങളെയും അതിൽ ഗണ്ണിക്കുന്നുണ്ട്. ആലിമ്രാൻ സൂറത്തിൽ ശരിക്കും എന്താ വെച്ചാൽ ഈ ക്രിസ്ത്യാനികൾക്കുള്ള ഗണ്ണനാണ്. ഈ ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു സംഘം പിന്നെ ആളുകൾ, അവരിൽ ഏറ്റവും പണ്ഡിതന്മാരായ ആളുകൾ നബിനെ കാണാൻ വേണ്ടി മദീനത്ത് വന്നു എന്നാണ്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഇരുന്നിട്ട് അവർ നബിയോട് വാദിച്ചു, ഭയങ്കരമായി വാദിച്ചു. അവർ വാദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒന്നിപ്പതാണ് ഈസാ നബിക്ക് പിന്നെ പിതാവില്ലാതെ ഉണ്ടായത്, അതുകൊണ്ട് ദൈവപുത്രനാണെന്ന് വാദിച്ച്. അപ്പോഴാണ് ഈ ആദം നബിന്റെ കാര്യം ചോദിക്കണത്. നബി എല്ലാറ്റിനും ഖണ്ഡനം പറയുന്നുണ്ട്. ആദം നബി അങ്ങനെയാണെങ്കിൽ വാപ്പിമ്മില്ലല്ലോ, അപ്പൊ ആദം നബി ദൈവമാണോ എന്ന് നിങ്ങൾ വിശ്വസിക്കണ്ടോ ചോദിക്കണ്ട. പല തെളിവുകൾ അവർ പറഞ്ഞ നബിയെ ഗണ്ണിക്കുന്നുണ്ട്. പക്ഷെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊക്കെ ഗണ്ണിച്ച് അവസാനം അവരോട് ഇസ്ലാം ആകാൻ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഞങ്ങളൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണല്ലോ, ഞങ്ങളൊന്നും ഇസ്ലാമായിട്ട് പറഞ്ഞു. ഈ യേശുക്രിസ്തു പിന്നെ ഇവർ ത്രിയേകത്വം അംഗീകരിക്കുന്ന ആളുകൾ, ഇതൊന്നും നിങ്ങളൊന്നും ഒരിക്കലും ഇസ്ലാം ആവൂല, ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാം ആകാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ അവരെ കുറിച്ച് പ്രതിപാദിക്കുന്ന 80ഓളം ആയത്തുകൾ ഈ ആലിമ്രാനിലുണ്ട്. ക്രിസ്ത്യാനികൾക്ക് മറുപടി പറയുന്ന ആയത്തുകൾ 80ഓളം ആയത്തുകൾ ഇതിലുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും പറയും ഇബ്രാഹിം നബി ഞങ്ങളെ ആളാണ്. പക്ഷെ ഓലാളല്ല. ഇബ്രാഹിം നബി ഇസ്ലാം ഓരോ മുമ്പുള്ള ഒരിക്കലും എത്തിപ്പെടാം. ഇബ്രാഹിം നബിയും ഒക്കെ ആരതാണ്? ഇബ്രാഹിം നബി ഈസാ നബിയൊക്കെ ശരിക്കും ആരതാണ്? മുസ്ലിങ്ങളതാണ്. മുസ്ലിങ്ങളാണ് അവരെക്കുറിച്ച് ഏറ്റവും ശരിയായി വിശ്വസിക്കുന്നത് എന്ന് ഒക്കെ തിരുത്തി പറഞ്ഞു കൊടുക്കുന്നത് ഈ സൂറത്തിലാണ് ഉള്ളത് നടത്തും. അപ്പൊ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, അതിന് മുമ്പ് വന്നതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഖുർആൻ വന്നത്. അൻസല തൗറാത്ത വൽ ഇൻജിൽ, അവനാണ് തൗറാത്തിനെയും ഇൻജിലിനെയും ഇറക്കിയത്. മിൻ കബലു പറഞ്ഞ മിൻ കബലിൽ ഖുർആൻ, ഖുർആന്റെ മുമ്പ് തൗറാത്തിനെയും ഇൻജീലിനെയും ഇറക്കിയത് ആരാണ്? അള്ളാഹു ആകുന്നു എന്നാണ്. ഇതിലെല്ലാ ഗ്രന്ഥങ്ങളും, മുൻകഴിഞ്ഞ എല്ലാ ഗ്രന്ഥങ്ങളും അതിൽ ഉൾപ്പെടുന്നതാണ്. അൻസല തൗറാത്തിനെയും ഇറക്കി, ഇൻജീലിനെയും ഇറക്കി. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ട്. ഹുദൻ ലിന്നാസ്, ഖുർആനെ കുറിച്ച് പറയുമ്പോൾ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് ശരിയായ മാർഗദർശനം നൽകുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ശരിയായ മാർഗനിർദ്ദേശവും മാർഗദർശനവും ആളുകൾക്ക് നൽകുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള നേരിട്ടുള്ള സന്ദേശങ്ങളാണിത്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റും, നമ്മൾ പല കാര്യങ്ങളും ശരിയല്ലെന്ന് നമ്മൾ തിരിച്ചറിയും. ചിലപ്പോൾ ഏജോട് തിരിച്ചറിയും. നമ്മൾ ചിലപ്പോൾ 20-ാം വയസ്സിൽ ശരിയാന്ന് വിചാരിച്ച് 40-ാം വയസ്സിൽ എന്തായിരിക്കും? നമുക്ക് തെറ്റായിരിക്കും. കാലം കൊണ്ട് ചിലത് ശരിയാവും, കാലം കൊണ്ട്. ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പലതും 10 കൊല്ലം കഴിയുമ്പോൾ എന്തായിരിക്കും? തെറ്റാണെന്ന് എഴുതപ്പെടും. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരിയും തെറ്റും നിർണ്ണയിക്കുക എന്നുള്ളതിന് നമുക്ക് ഭയങ്കര പരിമിതികളുണ്ട്, ഭയങ്കരമായ പരിമിതികളുണ്ട്. എന്നാൽ പരിമിതികളില്ലാതെ നമുക്ക് 100% ശരിയാന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണേത്? അള്ളാഹ് പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഒരാശയവും 1400 കൊല്ലം കഴിഞ്ഞിട്ടും കാലഹരണപ്പെടാതെ നിത്യപ്രസക്തമായി ഒരു 10-200 കോടി ആളുകൾ പൂർണ്ണമായ വിശ്വാസത്തോടെ സ്വീകരിച്ച് നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ജനങ്ങൾക്ക് സമ്പൂർണമായും വിശ്വസിക്കാവുന്ന മാർഗദർശനമാണ്. അതാണ് ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള മാർഗദർശനമായി കൊണ്ടാണ് ഇത് അവതരിപ്പിച്ചത്. അൻസലൽ ഫുർഖാൻ, ഫുർഖാനിനെയും സത്യാസത്യ വിവേചനം. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യസത്യം, ഖുർആനിന്റെ പേര് തന്നെയാണ് ശരിക്കും ഫുർഖാൻ എന്ന് പറഞ്ഞാൽ. സത്യാസത്യ വിവേചനവുമായി കൊണ്ടാണ് ഇതിനെ ഇറക്കിയതെന്നാണ്. അപ്പോൾ ഹുദൻ ലിന്നാസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അൻഹാദ റാജുലി കുല്ലി മാ തഖദ്ദം, നേരത്തെ പറഞ്ഞ എല്ലാറ്റിലേക്കും ഇത് മടങ്ങും. അതായത് തൗറാത്തിനെയും ഇൻജീലിനെയും എല്ലാം അള്ളാഹു അതിനു വേണ്ടി തന്നെയാണ് ഇറക്കിയത്. വാൻസൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ അൽ ഹുജജ് വൽ ബയ്യിനാത്ത് വൽ ബറാഹീനുൽ ഖാത്തിആത്ത് എന്നാണ്. അതായത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നിർണയിക്കാനുള്ള വ്യക്തമായ തെളിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഖുർആൻ എന്ത് ഗണ്ഡിതമായ തെളിവ് കിട്ടുന്നതാണ്. അലാ ജമീഉൽ മഖാസിദി വൽ മത്താലിബ്, മനുഷ്യൻ ആവശ്യമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ
അതിനൊക്കെ സമ്പൂർണമായ തെളിവുകളും നിയമങ്ങളും നമുക്ക് ലഭിക്കുന്ന ഗ്രന്ഥമാകുന്നു ഏത്? വിശുദ്ധ ഖുർആൻ എന്നാണ്. അതാണ് ഖുർആനിന് വേറൊരു പേരായിട്ടാണ് ഫുർഖാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വകദാലിക ഫസ്സല വഫസ്സറ മാ യഹ്താജുൽ ഖൽഖി ഹത്താ ബഖിയത്തുൽ അഹ്കാമുൽ ജലിയ. എന്താണ്? അതേപോലെ തന്നെ അള്ളാഹു എന്താണ്? മനുഷ്യന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളെയും വിശദീകരിച്ച് വ്യക്തമാക്കി കൊടുത്തു. എല്ലാറ്റിൻ്റെയും മതവിധികൾ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാൾക്ക് എനിക്ക് ശരി മനസ്സിലായില്ല എന്ന് പറയാനുള്ള ഒരു ന്യായം അവശേഷിക്കാത്ത വിധം അള്ളാഹു എന്ത് ചെയ്തു? സത്യാസത്യങ്ങളെ അള്ളാഹു വിശദീകരിച്ചും വ്യക്തമാക്കി തരികയും ചെയ്തു എന്നാ പറഞ്ഞു. അതാണ് വ അൻസലൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നല്ലദീന കഫറൂ ബി ആയാത്തില്ലാഹി ലഹും അദാബുൻ ഷദീദ് വല്ലാഹു അസീസുൻ ദുൻതിഖാം എന്നാണ്. ഇങ്ങനെ വ്യക്തമായ തെളിവുകൾ അള്ളാഹു നൽകിയത് കൊണ്ട് തന്നെ ഈ നിയമങ്ങളെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന ആളുകൾക്ക് ഇന്നല്ലദീന കഫറൂ ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്നവർക്ക് ലഹും അദാബുൻ ഷദീദ്, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്നാണ്. വല്ലാഹു അസീസുൻ ദുൻതിഖാം, തീർച്ചയായും അള്ളാഹു പ്രതാപശാലിയും ശിക്ഷാ നടപടി എടുക്കുന്നവനുമാകുന്നു എന്നാണ്. അതായത് വ്യക്തമായി കാര്യങ്ങൾ വ്യക്തമാക്കി തന്നതിന് ശേഷം പിന്നെ അത് അംഗീകരിക്കാതെ ജീവിക്കുമ്പോൾ എന്തായിരിക്കും? അവർക്ക് അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ ഉണ്ടായിരിക്കുന്നു. നമുക്കൊക്കെ ഒരു പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്താ അറിയും, നമ്മളിപ്പോൾ മിക്കവാറും നമ്മളൊക്കെ എന്താ വെച്ചാൽ ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങളെ അതിൻ്റെ ശരിയായ രൂപത്തിൽ പാലിക്കണം എന്ന് വിചാരിക്കണം. വേഷത്തിലും രൂപത്തിലും ഒക്കെ എന്ത് ചെയ്യും? ഇപ്പം നമുക്കിപ്പോൾ ഒരു താടി അടിക്കാറിന് ചിലപ്പോൾ നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കാത്തതായിരിക്കുമ്പോഴും. അപ്പം നമ്മളെന്താ വെച്ചാൽ നമ്മുടെ അതേ നിലവാരത്തിൽ ഡ്രസ്സ് ചെയ്യാത്ത, നമ്മുടെ അതേ നിലവാരത്തിൽ ഇസ്ലാമികമായി ജീവിക്കാത്ത ആൾക്കാരൊക്കെ ഓരോന്നും മോശക്കാരാണെന്നാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ പൊതുവെ വിചാരിക്കുക. അങ്ങനെ ഇവ ആൾക്കാരൊന്നും ശരിയല്ല, നമ്മൾ മാത്രമേ ശരിയുള്ളൂ എന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരാളിപ്പോൾ 5 നേരം ഇപ്പോൾ എത്രയോ ആളുകൾ ഇവിടെ വന്ന് എന്ത് ചെയ്യും? നിസ്കരിച്ച് പോകും. ഒരാരെയും കാണിക്കാനൊന്നുമല്ല, ആ സമയം വൈകിട്ടൊക്കെ നിസ്കരിച്ച് ബേജാറായി നിസ്കരിച്ച് പോകണേ നമുക്ക് കാണാൻ പറ്റും. നമ്മളെപ്പോൾ സഞ്ചരിക്കും. അപ്പോൾ ഇവരൊക്കെ ഇപ്പം ഇങ്ങനെ 5 വക്ത് നിസ്കരിക്കുന്നു, രാത്രി കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നു, സദക്കകൾ കൊടുക്കുന്നു. അപ്പം അതൊന്നും അവർ ശരിയായ വിശ്വാസം ഈമാനും ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ പറയും, മനുഷ്യൻ എന്താണ്, അറിവിനനുസരിച്ചിട്ടാണ് അവൻ്റെ ഈ മാറ്റങ്ങൾ ഉണ്ടാകുക. അപ്പോൾ പടച്ചോൻ നമ്മളെ വിചാരണ ചെയ്യണതൊക്കെ നമ്മളെ അറിവനുസരിച്ചിട്ട് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞനുസരിച്ച് ജീവിച്ചാൽ പോയിരുന്നില്ല, നമ്മൾ അറിയേണ്ടതൊക്കെ നമ്മൾ അറിയണം. എന്നാൽ പോലും നമ്മുടെ എല്ലാവരുടെയും ആ ഒരു, ഇപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ഒരു ലേഡി എനിതൊന്ന് സലാം പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങളെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കലുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവർ തിരിച്ചു പോയിട്ട് വീണ്ടും വന്നു. എന്നോട് പറഞ്ഞു എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ദീനിയായിട്ട് ഒന്നുമില്ലാത്ത ആളായിരുന്നു. അങ്ങനെ അയാൾക്ക് എന്ത് ചോദിച്ചാൽ ഞങ്ങളെ പ്രസംഗങ്ങളൊക്കെ അയച്ചു കൊടുത്തുകൊണ്ട് അയാളിപ്പോൾ വളരെ നല്ലൊരു മനുഷ്യനായി. അപ്പോൾ എനിക്ക് ഒരു സന്തോഷങ്ങളോടുണ്ട് എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ആ ലേഡിനെ ഇപ്പോൾ നമ്മൾ കണ്ടാൽ നമ്മളിപ്പോൾ ഒരു 100% അതൊരു സെലഫിയാണ് അല്ലെങ്കിൽ ഭയങ്കരമായി ദീനിയാണ് എന്നൊന്നും പറയാൻ നമുക്ക് പറ്റൂല. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടേതായ നിലക്ക് കേട്ട കാര്യങ്ങൾ തൻ്റെ ഭർത്താവിന് എത്തിച്ചു കൊടുത്ത് അയാളെ എന്ത് ചെയ്തു? ദഅവത്ത് ചെയ്ത് മാറ്റി എന്നല്ലേ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം. അപ്പം നമ്മൾ മാത്രമേ ഇതൊക്കെ നടത്തണുള്ളൂ എന്ന് വിചാരിക്കണേ. എല്ലാ ആളുകളും അവനവൻ്റെ വിശ്വാസത്തിൻ്റെയും ദീൻ്റെയും അളവ് അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവരാരാധനകൾ ചെയ്യുന്നുണ്ട്, ദഅവത്ത് ചെയ്യുന്നുണ്ട്, ദീനനുസരിച്ച് മുന്നോട്ട് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക പൊസിഷനിൽ എത്തുമ്പോൾ മാത്രമേ ദീനാവുള്ളൂ, അല്ലാത്തതൊന്നും ദീനല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം നബിൻ്റെ മുന്നിലേക്ക് നടന്നു വന്ന ആളോട് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നബി മിനിമം പറഞ്ഞു കൊടുത്തു. ഇതേ ഞാൻ ചെയ്യുള്ളൂ, അത് ചെയ്താൽ മതി, നീ സ്വർഗത്തിൽ പോകുന്നതാണ് ഈ പറഞ്ഞത്. എൻ്റെ അർത്ഥം നമ്മൾ മിനിമം ചെയ്താൽ മതി എന്നല്ല. അങ്ങനെ ചെയ്യുന്നവർക്കും എന്തുണ്ട്? അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെതായ ഒരു സ്ഥാനവും പദവിയും ഉണ്ടെന്നാണ്. ഞാനത് ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ മനസ്സിലാക്കിയിട്ട് ചെയ്യാതിരിക്കുന്നതിന് കഠിനമായ ശിക്ഷ ഉണ്ട്. നമ്മൾ അറിഞ്ഞ് ബോധ്യപ്പെട്ടിട്ടും ആണ്. ഇന്നല്ലദീന കഫറൂ ബി ആയാത്തില്ലാഹി ലഹും അദാബുൻ ഷദീദ് വല്ലാഹു അസീസുൻ ദുൻതിഖാം, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നതിനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മളൊക്കെ എന്താണ്? ബാധ്യസ്ഥരാണ് എന്നർത്ഥം. ശരി, ഓതാം.
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. الله لا إله إلا هو الحي القيوم. نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان. إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام.